ഹായ്. ഞാനൊന്ന് വിചാരിക്കും, അതായത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണോ അതോ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആണോ ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ആൻസർ എന്ന് പറയുന്നത്, അതായത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ദ ബെസ്റ്റ്. പക്ഷേ നമ്മളൊരു 2-3 കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഈസ് ദ ബെസ്റ്റ്. ഇപ്പം ഞാൻ UK ഒരു റിസപ്ഷൻ ക്ലാസ്സിൽ വർക്ക് ചെയ്യുകയാണ്. അതായത് 4 ഇയേഴ്സ് ഓൾഡ് ചിൽഡ്രൻ്റെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്നെ സർപ്രൈസ് ചെയ്തിട്ടുള്ള 3-4 കാര്യങ്ങളുണ്ട്. അതിൽ മെയിനായിട്ട് ഫസ്റ്റ് എന്ന് പറയുന്നത് ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പാണ്. അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലും വോമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് കുട്ടികളുടെ ഒരു ഫീലിങ്സ് മനസ്സിലാക്കാനും അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീച്ചറിനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ കൂടുതലും ഫെസിലിറ്റേറ്ററോ അല്ലെങ്കിൽ ഒരു ഗൈഡായിട്ടായിരിക്കും അവർ ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ലൈക്ക് നമുക്കൊരു സെൻട്രൽ നോളജ് ഹോൾഡറായിട്ടോ അല്ലെങ്കിൽ ഒരു അതോറിറ്റി ബേസ്ഡ് റെസ്പെക്റ്റോ അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ ഭയങ്കര ഫ്രീ ആണ്, ഇൻഫോർമലാണ് ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് രണ്ടാമത് എന്നെ ഇംപ്രസ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബിഹേവിയർ മാനേജ്മെൻ്റ് ആണ്. അതായത് പോസിറ്റീവ് ബിഹേവിയർ മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 2 കുട്ടികൾ തമ്മിൽ വഴക്കിട്ടു, അതിൽ ഒരു കുട്ടിയുടെ ഭാഗത്തായിരിക്കും തെറ്റെന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു കുട്ടിയെ ബ്ലെയിം ചെയ്ത് പണിഷ്മെൻറ്റ് കൊടുക്കുന്നതിന് പകരം 2 കുട്ടികളെയും നമ്മൾ കേൾക്കും, അവർ 2 കുട്ടികളെ കാര്യം നമ്മൾ മനസ്സിലാക്കും, അതിനെ നമ്മൾ അവരെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യും, എന്നിട്ട് ആ ചെയ്ത തെറ്റിനെ മനസ്സിലാക്കി കൊടുക്കും, കറക്റ്റ് ചെയ്യാൻ നോക്കും. അതായത് ലേണിംഗ് ഫ്രം മിസ്റ്റേക്ക് എന്ന് പറയത്തില്ല, ആ ഒരു സെയിം സംഭവമാണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ബിഹേവിയർ മാനേജ്മെൻറ്റ്. ചില സമയം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടാനും വഴക്ക് പറയാനായിരിക്കും എനിക്ക് ആ ഒരു ടെൻഡൻസി വരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, അങ്ങനത്തെ ഒരു സിസ്റ്റം തന്നെ ഇല്ല. വഴക്ക് പറയാനോ അങ്ങനെ ചാടിക്കേറി നീ എന്തിനാ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്ന ഒരു സംഭവം ഇവിടെ ഇല്ല. അങ്ങനെ നമുക്ക് പറ്റത്തില്ല. പിന്നെ നമുക്ക് തോന്നും 2 അടി കൊടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ 2 വഴക്ക് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ നമുക്ക് തോന്നും, അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ എക്സ്പീരിയൻസ് വെച്ചിട്ട്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അങ്ങനെയൊന്നും ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല ആക്ച്വലി. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ബിൽഡിങ്ങും അതുപോലെ തന്നെ ഇമോഷണൽ വെൽബീങ്ങും. ഇതിനൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ടിട്ട് തന്നെ ഇവർക്ക് ആ ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യാനും സ്വന്തം ഒപ്പീനിയൻസ് പറയാനുള്ള ഒരു ഫ്രീഡം ഉണ്ട് അവർക്ക്, ഫ്രീഡം ടു എക്സ്പ്രസ് ദെയർ ഫീലിങ്സ്. അതുപോലെ തന്നെ ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഒരു കുട്ടിയുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൻസർ തെറ്റാണെങ്കിൽ പോലും അത് തെറ്റെന്ന് പറഞ്ഞ് ആ കുട്ടീനെ അവിടെ ഡൗൺ ആക്കുന്നില്ല, പകരം നമ്മൾ തലയാട്ടത്തേ ഉള്ളൂ. അവിടെ അങ്ങനെ ഒരു എന്താ പറയുക, ആ ഒരു കുട്ടി കേക്ക് അല്ലെങ്കിൽ നീ പറഞ്ഞത് തെറ്റാണ്, നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെ ഒന്നും ഇല്ല ആക്ച്വലി. ചില കാര്യങ്ങൾ നമ്മൾ 2-3 തവണ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത്. അതായത് ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ്, ബിഹേവിയർ മാനേജ്മെൻറ്റ്, അതായത് പോസിറ്റീവ് ബിഹേവിയർ മാനേജ്മെൻറ്റ്, പിന്നെ ഈ പറയുന്ന പോലത്തെ മോർ ഇമോഷണൽ സപ്പോർട്ട് ഫോർ ചിൽഡ്രൻ. ഇത്രയും നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ആ ഒരു സ്ട്രോങ് അക്കാഡമിക് സ്ട്രെങ്ത്തിലോട്ട് നമ്മൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഈസ് ദ ബെസ്റ്റ്. കാരണം നമുക്കറിയാം എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ ഒരു അക്കാഡമിക് ലേണിംഗ് മാത്രമല്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അവരെ നമ്മൾ കുട്ടികളെ ആ ഒരു അക്കാഡമിക്കലിയും ഇമോഷണലിയും സോഷ്യലിയും എല്ലാം നമ്മൾ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. അതിനല്ലേ നമുക്ക് മെയിനായിട്ട് ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പുസ്തകം മാത്രം പഠിച്ചു വെക്കുന്നതല്ല എഡ്യൂക്കേഷൻ. അത് ഇവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് നാട്ടിൽ പുസ്തകം മാത്രമാണ് എഡ്യൂക്കേഷൻ എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ അല്ല, ഇത് എല്ലാം കൂടി നമ്മൾ ഒന്ന് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഇന്ത്യൻ ഈസ് ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഈസ് ദ ബെസ്റ്റ്. യെസ്. പിന്നെ എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനായിട്ടുള്ള ഒരു കാര്യം കൂടി എന്ന് പറയുന്നത്, അതായത് ഇവിടുത്തെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെയാണ്. അതായത് ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ നമ്മൾ ഇതിവിടെ എന്ന് പറയുമ്പോൾ നോർമലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്കതിൽ ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ളത്, ഇവിടെ ഞാൻ അറൗണ്ട് ഒരു 30 സ്കൂൾസിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ എനിക്ക് എല്ലാ ക്ലാസ്സിലും ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു 2-3 പിള്ളേരെങ്കിലും മിനിമം നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിലേറ്റവും ക്യൂട്ടായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, കുട്ടികൾ എങ്ങനെയാണ് ഈ ഓട്ടിസ്റ്റിക് ചിൽഡ്രനെ കെയർ ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്, അതൊക്കെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. ശരിക്കും അതൊക്കെയല്ലേ ഒരു സോഷ്യൽ സ്കില്ലെന്ന് പറയുന്നത്. അവരുടെ ആ ഒരു ലേണിംഗ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. പിന്നെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം വർക്ക് ലോഡ് ഉണ്ട്. ഇവിടെ പ്രൈമറി ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരൊറ്റ ടീച്ചർ തന്നെയായിരിക്കും എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കുന്നതും. ഒരു ക്ലാസ് ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു ടീച്ചർ തന്നെയാണ് ഹോൾ ഡേ എന്ന് പറയുന്നത് ക്ലാസ് എടുക്കുന്നത്. എവറി ഡേ ഒരൊറ്റ ടീച്ചറെ കാണത്തുള്ളൂ ഇവർക്ക്. അപ്പോൾ ആ ടീച്ചറിന് അതിൻ്റെതായ ഒരു വർക്ക് ലോഡ് ഉണ്ടായിരിക്കും. പിന്നെ ലെസൺ പ്ലാൻ ഇവർക്ക് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ BEd സെയിം ടാസ്ക് ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് BEd നമ്മൾ എങ്ങനെയാണോ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ദ സെയിം പ്രഷർ അവർക്കുണ്ട് ബീങ് എ ടീച്ചർ ഇൻ UK. ഇനി പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇലാബറേറ്റ് ചെയ്ത് പറയാനുണ്ട്, പക്ഷേ എനിക്കത് ഈ വീഡിയോയിൽ തീരത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ബൈ.